ആലപ്പുഴയിലെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ദല്ലാൽ നന്ദകുമാറിൻ്റെ നെഞ്ചത്ത് നടത്തിയ വെടിക്കെട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സുജാൻ സാർ കണ്ടോ? തീർച്ചയായിട്ടും കണ്ടു. എന്തു തോന്നി? ശോഭയ്ക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ടല്ലേ? ശോഭയ്ക്ക് കോൺഫിഡൻസ് ഉണ്ട്. IB റിപ്പോർട്ട് ശോഭയ്ക്ക് അനുകൂലമാണ് എന്ന് ഗവൺമെൻറ്റിനും ബോധ്യമായി. ശോഭ ജയിക്കുമെന്നുള്ള ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഉള്ളതുകൊണ്ട് പിണറായി സലാം MLA വഴി നടത്തിയ ഓപ്പറേഷനാണെന്നാണ് ശോഭ പറഞ്ഞതെന്ന് തോന്നുന്നു. അതെ, ശോഭ ആ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നുണ്ട്. നമുക്ക് 2-3 ദിവസം കൊണ്ടേ ആലപ്പുഴയിലെ രാഷ്ട്രീയ സ്ഥിതി മാറുന്നത് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നോക്കിക്കാണാം. വളരെ പെട്ടെന്നൊരു ശോഭയുടെ അനുകൂലമായൊരു വേവ് ഉണ്ടായി വരുന്നുണ്ട്. അത് ഒരു ദിവസം പോലും പിന്നോട്ട് പോയിട്ടില്ല. അത് ചില കോൺഗ്രസ് നേതാക്കൾ അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. പ്രത്യേകിച്ചും G. ബാലേന്ദ്രൻ്റെ ഇൻ്റർവ്യൂ ABC-യിൽ വന്നിരുന്നു. അദ്ദേഹം സമ്മതിച്ചു. സ്ത്രീ ആലപ്പുഴക്കാരനാണ്, ആലപ്പുഴ താമസിക്കുന്നു, കൊല്ലത്ത് സമ്പത്തിനെതിരെ മത്സരിച്ച ആളാണ് ആറ്റിങ്ങലിൽ. അതെ, ആറ്റിങ്ങൽ ആലപ്പുഴ DCC പ്രസിഡന്റുമായിരുന്നു. ഹയർ ബോർഡിൻ്റെ ചെയർമാനായിരുന്നു. കോൺഗ്രസിലെ ഒരു പ്രമുഖ നേതാവും ബുദ്ധിജീവിയായിട്ടൊക്കെയാണ് കോൺഗ്രസ്സുകാർ പരിഗണിക്കുന്നത്, പ്രൊഫസർ ബാലചന്ദ്രൻ. അദ്ദേഹം പറഞ്ഞു, സ്ത്രീ വോട്ടർമാർക്കിടയിൽ അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം ശോഭ നടത്തിയിരിക്കുന്നു. അത് അവർ കോൺഗ്രസിൻ്റെ സാധ്യതയെ എങ്ങനെ ബാധിക്കുമെന്ന് പോലും അവർ കാത്തിരുന്ന് നോക്കുകയാണ്. അപ്പം അത് എങ്ങനെയായാലും ഇപ്പോൾ 2ാം സ്ഥാനത്താണ് ശോഭ എന്നൊരു കോൺഗ്രസ്സുകാരൻ, KC വേണുഗോപാലിന് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങുന്ന ഒരു കോൺഗ്രസ് നേതാവ് സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ LDFിൻ്റെ കഥ കഴിഞ്ഞു. LDF വളരെ പിന്നിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴയിലെ രാഷ്ട്രീയ ഇൻറൂട്ട്സൊക്കെ കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി പറയുന്ന ഒരാളാണ് ബാലേന്ദ്ര സാറെന്ന് എല്ലാവരും വിളിക്കുന്ന G. ബാലചന്ദ്രൻ. അപ്പോൾ അദ്ദേഹം നടത്തിയ ഈ പ്രസ്താവന മാത്രമല്ല, കേരള ഗവൺമെൻറ്റിന് രഹസ്യ പോലീസ് റിപ്പോർട്ടും ശോഭയുടെ വിജയസാധ്യതയെക്കുറിച്ച് സൂചന നൽകുന്നതാണ്. അപ്പോൾ ഇത്തരം ആരോപണങ്ങളിലൂടെ എന്നും CPM-ൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രം അതാണ്. ഒന്നിൽ ലൈംഗിക അപവാദം, പഴയ സന്ദേശ സിനിമ അല്ലേ? ഇല്ലെങ്കിൽ പാർട്ടി കൊള്ളാവുന്നൊരു ചെറുക്കം വരുന്നുണ്ട്, അവനെ വല്ല പെണ്ണ് കേസിൽ പെടുത്തണം എന്ന് പറയുന്നത്, നാറ്റിക്കണം എന്നാണ്. അപ്പോൾ ഈ നാറ്റിക്കൽ കേസാണ്. പഴയ ശങ്കരാടിയാണോ ഇപ്പോഴത്തെ പിണറായി? അതിനേക്കാൾ രൂക്ഷമാണ്. അപ്പോൾ ഇതാണിപ്പോൾ അവിടെ കാണുന്നത്. ഇതിനെ ശോഭ വാചാടകം കൊണ്ട് എങ്ങനെ നേരിടും? സത്യസ്ഥിതി എങ്ങനെ ജനങ്ങളെ ഈ വോട്ടർമാരെയും ബോധ്യപ്പെടുത്തും? ശോഭ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് പെരുമാറി ശീലിച്ചിട്ടുള്ള ഒരാളാണ്. അത് തങ്ങളിലൊരാളെന്ന പോലെ സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് ഇത് ബോധ്യപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ പത്രസമ്മേളനത്തിൽ അവരുടെ വാക്കുകൾ അല്ല, പത്രസമ്മേളനത്തിൽ സാർ ശ്രദ്ധിച്ചോ, ദല്ലാൽ നന്ദകുമാർ കൊടുത്ത 10 ലക്ഷം രൂപയുടെ കഥ ശോഭ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതെ, ശോഭയുടെ സഹോദരൻ ക്യാൻസർ ബാധിതനായിരിക്കുമ്പോൾ 15 ലക്ഷം രൂപ ആവശ്യമുണ്ടായിരുന്നു. അത് അവരുടെ വീട് ഒരു തവണ ശോഭയുടെ വീട്ടിലോ മറ്റോ എത്തിയപ്പോൾ അല്ലെ എവിടെയോ കണ്ടപ്പോൾ തൃശ്ശൂർ 8 സെൻറ്റ് പ്രോപ്പർട്ടി, അത് നിങ്ങൾ ദല്ലാളല്ലേ, ബന്ധമുള്ള ആളല്ലേ, അന്ന് ഇതെടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അയാൾ കാറിൽ നിന്ന് 10 ലക്ഷം രൂപയുടെ ഒരു ബണ്ടിൽ കൊടുത്തു. ശോഭ പറഞ്ഞ് കാശായിട്ട് വേണ്ട, എനിക്ക് അക്കൗണ്ടിൽ തന്നാൽ മതി. അങ്ങനെ അക്കൗണ്ടിൽ കൊടുത്തു. 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ വർഷം ജനുവരി 4-നോ മറ്റോ ആണ് ഇത് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ വസ്തു രജിസ്റ്റർ ചെയ്തിട്ടില്ല. ശോഭ പറയുന്നു 4 തവണ ആവശ്യപ്പെട്ടിട്ടും ഇയാൾ ചെയ്തില്ല. ഇപ്പോൾ അയാൾ പറയുന്നു പണം വാങ്ങിയിട്ട് ശോഭ തിരിച്ചു കൊടുത്തില്ല എന്ന്. അതിനകത്ത് അഴിമതി പണമൊന്നുമല്ല, ഒരു 2 വ്യക്തികൾ തമ്മിൽ ഒരു വസ്തു വാങ്ങാൻ നടത്തിയ കരാറാണ്. കരാർ പ്രകാരം എല്ലാ കരാറിനൊരു 6 മാസം വാലിഡിറ്റി ഉണ്ട്. 6 മാസം നടത്തിയില്ലേ കാശ് പോയി. സാറ് പണം അഡ്വാൻസ് കൊടുത്താലും ഞാൻ അഡ്വാൻസ് കൊടുത്താലും ആ പണം തീർന്നു. അപ്പോൾ ഈ ദല്ലാൽ നന്ദകുമാർ പറയുന്ന അയാൾക്ക് ഈ 10 ലക്ഷം രൂപ ഇനി ഓർമ്മ മാത്രമാക്കിയാൽ മതി. ശോഭ പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് ശോഭയുടെ ഒരു തൻ്റെ ഇടം, ഒരു ആർജവം ഞാൻ കണ്ടത്. പൈസ കൊടുക്കുന്ന പ്രശ്നമില്ല, വേണമെങ്കിൽ ബാക്കി പൈസ വന്നിട്ട് സ്ഥലം വാങ്ങിച്ചോട്ടെ. സ്ഥലം ഇപ്പോഴും കൊടുക്കാൻ അവർ റെഡിയാണ്. അപ്പോൾ ഇയാൾ സ്ഥലം വാങ്ങാനല്ലേ ഈ പൈസ കൊടുത്തത്? അല്ല, അതാണ് എൻ്റെ സംശയം. ഞാൻ അതിലേക്കാണ് വന്നത്. സ്ഥലം വാങ്ങാനാണെങ്കിൽ നന്ദകുമാറിന് ഇത് വാങ്ങാമായിരുന്നു. 6 മാസം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള നിയമപ്രകാരം എഗ്രിമെൻറ്റ് വെച്ചാൽ 6 മാസം കഴിഞ്ഞാൽ പണം കിട്ടില്ല. അത് അറിഞ്ഞിട്ട് അയാൾ 1 വർഷം കാത്തിരുന്നു. അപ്പോൾ ഇയാൾ ഈ 10 ലക്ഷം കൊടുത്തത് എന്തിനാണ്? അതെന്തോ അയാൾ ഉദ്ദേശിച്ചു, അത് നടന്നില്ല. അതുകൊണ്ട് ശോഭയ്ക്കെതിരെ അലിഗേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ മനഃപൂർവ്വം മനുഷ്യനെ കുരുക്കിൽപ്പെടുത്താൻ ഇതുപോലുള്ള ചില വഴികൾ ഉണ്ടാക്കി. അല്ല, ഇത് കുരുക്കെന്താ സാർ? അല്ല, കുരുക്കെന്ന് ശോഭയ്ക്കെന്താ? ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം, വിക്രയം നടത്താൻ അഡ്വാൻസ് കൊടുത്താൽ അത് നിശ്ചിത സമയത്ത് വാങ്ങണം, വാങ്ങിയില്ലേ കാശ് പോകും.
അല്ല, തീർച്ചയായിട്ടും വസ്തു ഇടപാടിനാണെങ്കിൽ ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് കാണുമായിരിക്കും. എഗ്രിമെൻറ്റ് കാണുമായിരിക്കും. അത് ശോഭയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അല്ല, ചിലപ്പോൾ വിശ്വാസം കൊണ്ട് ചിലപ്പോൾ വാക്കാലും പറയാം. പക്ഷെ വാക്കാൽ ആയാലും ശോഭ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു ഇത് ബാങ്ക് ട്രാൻസാക്ഷൻ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. എൻ്റെ വസ്തുവിന് 8 സെൻറ്റ് വസ്തു വിൽക്കാനാണെന്നും ആ വസ്തു ഇപ്പോഴും കൊടുക്കാൻ തയ്യാറാണെന്നും പറയുന്നു. ഇയാൾക്ക് 5 പൈസ തിരിച്ച് പൈസയായിട്ട് കൊടുക്കില്ലെന്നും പറയുന്നുണ്ട്. അപ്പോൾ ശോഭയ്ക്ക് ഞാൻ മനസ്സുകൊണ്ടൊരു കൈയടി കൊടുത്തു. സാധാരണ ആളുകൾ പതറിപ്പോവേ. അതെ അതെ അതെ, കാരണം പതറാനൊന്നുമില്ല. അവർ വളരെ ബോൾഡായിട്ടാണ് പറയുന്നത്. കാര്യത്തിൽ ക്ലിയർ ആയതുകൊണ്ട് അവർക്ക് വേറെ സംശയത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. പക്ഷെ അതല്ലല്ലോ സാർ പ്രശ്നം. ശോഭ ഈ ദല്ലാൾ പണിയുടെ വേറൊരു കഥ പറയുന്നുണ്ട്. CPM-ലെ പ്രമുഖനായ ഒരു നേതാവ് ദല്ലാൾ നന്ദകുമാറിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടു. അദ്ദേഹത്തെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല, കർട്ടൻ്റെ ഇടപെടി കാണിച്ചു. അയാൾ CPM വിട്ടിട്ട് BJP-യിൽ ചേരും. അതിനുവേണ്ടി ദില്ലിയിൽ ചർച്ച നടന്നു. വലിയൊരു എമൗണ്ട് വേണമെന്ന് പറഞ്ഞു. അത് ഒരുപക്ഷെ ദല്ലാൾ നന്ദകുമാറിന് മാത്രമല്ല, ഈ വരാൻ പോകുന്ന നേതാവിനും വേണ്ടിയായിരിക്കാം. ആ നേതാവ് ആരായിരിക്കും? ദല്ലാളിൻ്റെ വീട്ടിൽ പോയിട്ടുള്ളൊരു പ്രമുഖൻ്റെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. പിണറായിയുടെ സ്റ്റേച്ചറിലുള്ള ഒരു നേതാവെന്നാണോ? അതെ അതെ, പിണറായിക്ക് തുല്യനായ ഒരു നേതാവ്. അതെ, മലബാറുകാരനാണ്, കണ്ണൂരുകാരനാണ്. കാരണം ജയകൃഷ്ണൻ മാസ്റ്റർ കൊലക്കേസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. 2 ഇനിഷ്യലുള്ള ആളാണ്. അങ്ങനെ പറഞ്ഞോ? അത് പറഞ്ഞില്ല. 2 ഇനിഷ്യലുണ്ട്. അല്ല, എന്തിന് പച്ചയ്ക്ക് നമുക്ക് ചോദിക്കാം. EP ജയരാജനെ കുറിച്ചാണോ ശോഭ പറയുന്നത്? കാരണം അങ്ങനെ ഊഹിക്കാവുന്ന ഒരു കാര്യമുണ്ട്. ദല്ലാൾ നന്ദകുമാറിൻ്റെ വീട്ടിൽ EP ജയരാജനെ നേരത്തെയും കണ്ടിട്ടുണ്ട്. അമ്മയെ കാണാൻ പോയത് അത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പോൾ ദല്ലാളും സ്വാഭാവികമായി സംശയിച്ചു പോകും. നമുക്കറിയില്ല, ശോഭ പറഞ്ഞിട്ടുമില്ല. ദല്ലാളിനോട് ചോദിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ പോയതായിട്ട് മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞ ആള് EP ജയരാജനാണ്. EP ജയരാജൻ ഒരു കാലത്ത് CPM-ൽ നിന്ന് കുറച്ചൊക്കെ മാറി നിന്ന് ഒരകൽച്ചയുമായി നിന്നൊരു കഥയും നമ്മുടെ മുന്നിലുണ്ട്. ഒരു പിണക്കമുണ്ടായിരുന്നു. നേരത്തെ പരിപാടികളിൽ പങ്കെടുത്തില്ല. അതെ അതെ. ഒരു ജാഥയിൽ നിന്ന് അദ്ദേഹം വിട്ടു നിന്നു, പ്രകാശ് മാഷിൻ്റെ. അപ്പോൾ അത് ഒക്കെ വിവാദമായിട്ടുള്ളതാണ്. പക്ഷേ ഈ സന്ദർഭത്തിൽ ഇതേപ്പറ്റി ഈ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കാതെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഒരുപക്ഷെ EP ജയരാജൻ രംഗത്ത് വരാം. കാരണം അദ്ദേഹം സ്വാഭാവികമായി ആൾ സംശയിക്കും. അല്ല, ഇതിപ്പോൾ ആനയാണ്, തുമ്പിക്കൈയുണ്ട്, 4 കാലുണ്ട് എന്ന് പിന്നെ പറഞ്ഞിട്ട് കറുത്ത നിറമാണ് എന്ന് പറയുന്നത് പോലെയല്ലേ. അപ്പോൾ ആളിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും ആളിനെ വ്യക്തമായും ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഈ സമയത്ത് ഒരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യം അദ്ദേഹത്തിനുമുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഏതായാലും ഇത് ബൂമറാങ് ചെയ്തിരിക്കുകയാണ്. ശോഭയ്ക്കെതിരെ തൊടുത്തുവിട്ട അമ്പ് തിരിച്ച് CPM-ൻ്റെ നെഞ്ചത്താണ് കൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ. അപ്പോൾ അത് ആ ആൾ ഞാനല്ല എന്ന് പലർക്കും CPM-ലെ പലർക്കും പറയേണ്ടി വരും. അതെ അതെ. പ്രത്യേകിച്ചും കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇത് വലിയ അതെ, ഇത് കണ്ണൂരിലേക്ക് ഇതിൻ്റെ ഫോക്കസ് മാറ്റി. കാരണം ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസും ഒക്കെ പറഞ്ഞ് ഇത് കണ്ണൂരാണ്, ഒരുപാട് ആളുകളെ കൊന്ന സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൂരാണ് എന്ന് ഈ ആള് എന്ന് പറയുന്നു. അതെ അതെ അതെ, കണ്ണൂരാണ്. പിണറായിക്ക് തുല്യനായ പ്രമുഖനായ നേതാവാണ്. അദ്ദേഹത്തെ കർട്ടൻ നീക്കിയിട്ട് കണ്ടു, നേരിട്ട് കാണാൻ അനുവദിച്ചില്ല. കർട്ടൻ ഇട്ടൊക്കെ വെക്കുവോ? ഈ വാഴക്കൊല പഴിപ്പിക്കാൻ വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ചാക്കിനകത്ത്. അല്ല, ആളിൻ്റെ നിഴൽ കാണിച്ചിട്ട് കാശ് ചോദിക്കുക, ഈ ആളിനെയാണ് ഞാൻ കൊണ്ടുവരുന്നത്. ആളുമായിട്ട് സംസാരിക്കാതെ ഇദ്ദേഹമാണോ വരുന്നത്? ആളെ കാണിച്ചിട്ട് കച്ചവടം റെഡിയാണ്, ഇത്ര കോടി വേണം. ഇതൊക്കെ എന്തൊരു രാഷ്ട്രീയമാണിത് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇതൊക്കെ ഈ ദൃശ്യ പ്രവർത്തനങ്ങളും നമ്മൾ മുമ്പൊന്നും കേട്ടിട്ടില്ല. അല്ല, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും. കാരണം നമ്മളറിയാം, കേരളത്തിലും വിവിധ പാർട്ടികളിൽ നിന്ന് ആളുകൾ CPM-ലേക്ക് പോകുന്നുണ്ട്. BJP-യിലൊക്കെ ചെറിയ മീനുകളെ വരുന്നുള്ളൂ. വലിയ വലിയ ആൾക്കാരൊക്കെ പോയിരിക്കുന്നത് CPM-ലേക്കാണ്. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ പിന്നിലും ഇതുപോലത്തെ കച്ചവടങ്ങൾ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇതൊരു മണി ബിസിനസ്സാണ്. രാഷ്ട്രീയം മൊത്തത്തിൽ തന്നെ ഒരു ബിസിനസ്സല്ലേ. അപ്പോൾ രാഷ്ട്രീയ ബിസിനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനൊക്കെ വലിയ വലിയ തുകകൾ കൈമറിയുന്നുണ്ട്. അല്ല, ഇപ്പോഴത്തെ ഈ വിവാദം ശോഭാ സുരേന്ദ്രൻ്റെ സാധ്യതകളെ എങ്ങനെ ബാധിക്കും? ഇത് ആൾക്കാർ പെട്ടെന്ന് സംശയിക്കും. ശോഭ പെട്ടെന്ന് തന്നെ ക്ലാരിഫൈ ചെയ്തതുകൊണ്ട് 10 ലക്ഷം കൊടുത്തു എന്തിനു നന്ദകുമാറും പറയുന്നുണ്ട് കേട്ടോ, വസ്തു മേടിക്കാനുള്ള അഡ്വാൻസ് ആണെന്ന് പറയുന്നുണ്ട്. അല്ല, ആലപ്പുഴയിലെ ജനങ്ങൾക്ക് ഒരു കോമൺ സെൻസ് ഉണ്ട്. ഈ ഒരാൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മത്സരത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ ഇനി തെരഞ്ഞെടുപ്പിന് ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ഇങ്ങനെ ചില ആരോപണവുമായി എതിർ ക്യാമ്പിൽ നിന്ന് ആളുകൾ വരുന്നത് ഇവരുടെ ജയസാധ്യതയെ കണ്ട് ഭയന്നിട്ടാണ്. അതെ,
എന്ന് ഊഹിക്കാൻ പറ്റും. ശോഭയ്ക്ക് സാധ്യത ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ അലിഗേഷൻ വരുന്നത്. അതെ അതെ, ഇല്ലേ, ശോഭയെ കെയർലെസ്സായിട്ട് കരുതാമായിരുന്നു. വേറെ പലയിടത്തുമുള്ള സ്ഥാനാർത്ഥികൾക്കെതിരെ ഈ തരം ആരോപണമില്ല. ഇല്ല, ചുഴിഞ്ഞു നോക്കിയാൽ എല്ലാവർക്കും കാണും എന്തെങ്കിലും കുറ്റം. അല്ല, പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണിക്കെതിരെ ആദ്യം വന്നു, അത് ചീറ്റിപ്പോയി. അത് കറങ്ങി തിരിഞ്ഞ് ആൻ്റണിയുടെ നെഞ്ചത്ത് കയറുന്നു വന്നപ്പോൾ വിട്ടു, അത് ചീറ്റിപ്പോയി. ഇപ്പോൾ അത് ഇതിൽ നിന്ന് LDF-ഉം UDF-ഉം വിട്ടു. ദല്ലാൽ നന്ദകുമാറിൻ്റെ പൊടി പോലും പിന്നെ കണ്ടില്ല. അല്ല, അവിടെയും ഇതുപോലെ ദല്ലാൽ നന്ദകുമാർ പറയുന്നതിൽ കാര്യമില്ല. അയാൾ പറയുന്നത് ശരിയാണെന്നിരിക്കട്ടെ, 25 ലക്ഷം രൂപ കൊടുത്തു, 25 ലക്ഷം തിരിച്ചു കിട്ടി കൊടുത്തു. പിന്നെന്താ? പിന്നെയുള്ളത് പ്രതിരോധ മന്ത്രിയായിരുന്ന ആൻ്റണിയുടെ ഓഫീസ് മുറിയിൽ നിന്ന് രഹസ്യരേഖകൾ ചോർന്നു എന്നുള്ളതാണ്. അത് അന്വേഷിക്കേണ്ടതാണ്. അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാൻ കോൺഗ്രസിനും ധൈര്യമില്ല. ഇല്ല. അപ്പോൾ അത് കോൺഗ്രസിനെ തിരിച്ചുകൊള്ളുന്നു എന്ന് വന്നപ്പോൾ അനിൽ ആൻ്റണിയേക്കാൾ കൂടുതൽ പരിക്കേൽക്കുന്ന അപ്പുറത്താണെന്ന് വിവാദം CPM-നും മിണ്ടാട്ടം ഇല്ലാതെ കാരണം ആ കാലത്ത് UPA സർക്കാരായിരുന്നു. ഇതിൻ്റെ CPM-ൻ്റെ പിന്തുണ ആൻ്റണിക്കായിരുന്നു. ഏതായാലും CPM കുറച്ച് പൈസ നന്ദകുമാറിന് കൊടുത്തിട്ട് ശോഭയുടെ ആ ഭൂമി രജിസ്റ്റർ ചെയ്യുന്നതാണ് ഇപ്പോൾ നല്ലത്. അതെ, ശോഭയ്ക്ക് ബാക്കി കാശും കിട്ടും. ഈ വിവാദത്തിൻ്റെ ദല്ലാൽ നന്ദകുമാറിൻ്റെ പരാതിയും തീരും. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യവുമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കി 2 വ്യക്തികൾ തമ്മിൽ ഒരു വസ്തു കച്ചവടത്തിന് വേണ്ടി നടത്തിയ കരാറിനെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തലേ മണിക്കൂറിൽ വന്ന് ആളുകളുടെ മുന്നിൽ പറഞ്ഞ് വിവാദമുണ്ടാക്കി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയും. അതെ, നേരെ ചൊവ്വേ ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ തരം തറവേലകൾ കാണും. അതെ, അതേതായാലും ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമല്ല. ദല്ലാൽ നന്ദകുമാർ എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ക്രെഡിബിലിറ്റി ഇതോടുകൂടി വീണ്ടും കുറയുകയുള്ളൂ. അതെ അതെ, അദ്ദേഹം ഒരു വെറുക്കപ്പെട്ട മനുഷ്യനായി VS പറഞ്ഞ ഒരാളെ കുറിച്ച് പറഞ്ഞില്ല, വെറുക്കപ്പെട്ടവൻ. അങ്ങനെ ഒരു ഇമേജിലേക്ക് അദ്ദേഹം വീഴുകയാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.